ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യാലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴയകാല വിഭവമാണ്. എന്താണെന്നോ? മുന്തിരിക്കൊത്ത്. നിങ്ങൾ എത്ര പേര് കഴിച്ചിട്ടുണ്ട് ഇത് നമ്മൾ സുഹിയനൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സുഹിയനകത്ത് പയർ വറക്കൊന്നും വേണ്ടല്ലോ, ഇതിനകത്ത് പയർ വറുത്ത് പൊടിച്ചാണ് ഉണ്ടാക്കുന്നത്. വളരെ നല്ലൊരു ഡിഷാണ്. നമ്മൾ മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. നമുക്ക് നോക്കിയാലോ എങ്ങനെ ഇത് ഉണ്ടാക്കുന്നതെന്ന്. നമ്മുടെ മുന്തിരിക്കൊത്തിന് വേണ്ട പയറാണ് കേട്ടോ ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത്. ഇത് ചെറുപയറാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഇത് 1 കപ്പ് പയറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് വേണ്ട കുറച്ച് തേങ്ങയാണ്. ഇതും 1 കപ്പ് തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് ശർക്കര വേണം. ഇത് ഏകദേശം ഒരു 3/4 കപ്പോളം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത് വേണം. ഇത് ഞാൻ കുറച്ച് ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം നന്നായി പൊടിച്ചെടുത്ത ഏലക്കയാണ്. ഇല്ലെങ്കിൽ ഏലക്ക തന്നെ ഇടുമ്പോൾ അത് പൊടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ടാണ് ഷുഗർ ആഡ് ചെയ്തത്. ഇനി നമുക്ക് നമ്മുടെ പയറൊന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കളറൊരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ നമ്മളിങ്ങനെ വറുത്തെടുക്കണം. അത് ലോ ഫ്ലെയിമിൽ വിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ. ഇത് കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു നല്ലൊരു മണം വരും. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത് മൂത്തിട്ടുണ്ടെന്ന്. ഇത് ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് ആറിക്കഴിഞ്ഞ് വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ആ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. അത് കുറച്ച് ബ്രൗൺ ആകുന്ന വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നമ്മൾ സാധാരണ വറുത്തരച്ച കറിയൊക്കെ ഉണ്ടാക്കിയാലേ അതുപോലെ വറുത്തെടുക്കുന്നതാണ്. പക്ഷേ അത്രയ്ക്ക് അങ്ങ് ബ്രൗൺ ആകണ്ട. ഇത് കണ്ടോ, ഇത്രയും ബ്രൗൺ ആയാൽ മതി. ഇതാവുമ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് കണ്ടോ, ഇത് ഞാൻ വേറെ പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് ആറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ നമ്മളങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഇനി ആ ശർക്കര എല്ലാം ഉരുകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിന് നമ്മൾ ഈ 1 നൂല് അല്ലെങ്കിൽ 2 നൂല് അങ്ങനത്തെ ആ പരുവൊന്നും എത്തണ്ട. വെറുതെ ഇതൊന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിരിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഇനി നമ്മുടെ പയറൊന്ന് പൊടിച്ചെടുക്കണം. ഇത് ഞാനൊരു പകുതിയോളം പയറിട്ട് പൊടിച്ചെടുത്തതാണ്. ഇതിന് ഒത്തിരി അങ്ങ് നൈസായിട്ട് പൊടിയേണ്ട, കുറച്ച് തരിയൊക്കെ ഉള്ളതാണ് നല്ലത്. അപ്പോൾ ഇത് ഞാൻ വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയോടെ നമുക്ക് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളെടുത്ത് വെച്ചിരുന്ന 1 കപ്പ് പയർ മുഴുവനും തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അവിടെ ഒരു പ്ലേറ്റിൽ വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഏലക്കാപ്പൊടി ഉണ്ടല്ലോ, അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. അതോടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഈ ഏലക്ക ചിലർക്ക് കുറച്ച് കൂടുതലായിരിക്കും ഇഷ്ടം, അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന നമ്മുടെ ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് കുറച്ച് നമുക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒത്തിരി ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കാരണം അപ്പം നമ്മൾ കൂടിപ്പോയാൽ എന്ത് ചെയ്യും. അതുകൊണ്ട് കുറച്ച് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ ബാക്കി ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത് നമ്മളൊന്ന് ഉരുട്ടിയെടുക്കുന്ന ഒരു പരുവത്തിലാണ്, അതാണ് അതിൻ്റെ ഒരു രീതി. ഇത് കണ്ടോ, ഇത് ഞാൻ ആവശ്യത്തിനുള്ള ശർക്കരപ്പാനിയെല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് ഉരുട്ടാം. ഇതൊരു ചെറുനാരങ്ങയുടെ മുഴുപ്പിലാണ് നമ്മൾ ഉരുട്ടിയെടുക്കുന്നത്. ഒത്തിരി വലിയ സൈസൊന്നും വേണ്ട, ചെറിയ സൈസ് മതി. ഇത് കണ്ടോ, ഈ ഒരു സൈസ് മതി കേട്ടോ. ഇപ്പോൾ കുറച്ചുകൂടെ ചെറുതായിട്ട് ഉരുട്ടിയാലും കുഴപ്പമില്ല, പക്ഷെ വലുതാകരുത് കേട്ടോ. ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം തന്നെ നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ ഇതെല്ലാം തന്നെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ നമുക്ക് മുന്തിരിക്കൊത്താണെങ്കിൽ കുറച്ചുകൂടെ പരിപാടികളുണ്ട്. അതിനുവേണ്ടി കുറച്ച് അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം. ഇതൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 പിഞ്ച് ഉപ്പ് മതി. അതോടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യണം.
അപ്പോൾ ഇതെല്ലാം തന്നെ യോജിക്കത്തക്ക വിധം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്, ഒത്തിരി കട്ടിയായിട്ട് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് പൊടിയും കട്ടയൊന്നും ഇല്ലാതെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, വളരെ ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ഇട്ടിട്ട് വെച്ചിരിക്കുന്ന അത് ഓരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ മാവിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ ഈ സമയത്ത് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അധികം വേവൊന്നുമില്ല, കാരണം നമ്മുടെ അകത്തുള്ള സാധനങ്ങളൊക്കെ അത് വെന്തിട്ടുണ്ടല്ലോ. ഇനി ആ മാവ് ചെറുതായിട്ടൊന്ന് മൂത്താൽ മാത്രം മതി. അതിനൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അത്രയും മാത്രം മതി. ഒത്തിരി സമയം നമ്മളിത് വറക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ കളർ ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമ്മളിത് ഓയിലിൽ നിന്നും പുറത്തെടുക്കാം. ഇതൊരു ടിഷ്യൂവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, കാരണം എണ്ണമയമുള്ളതൊക്കെ ഒന്ന് വലിഞ്ഞു പൊക്കോട്ടെ. അപ്പോൾ ഇനി എല്ലാം തന്നെ ഇതുപോലെ നമുക്ക് വറുത്തെടുക്കണം. നമുക്ക് സെക്കൻഡ് ബാച്ചും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പം നമ്മളത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അതിൻ്റെ ആ കോട്ടിങ് ഒത്തിരി തിക്കായിട്ടില്ല, വളരെ തിന്നായിട്ടുള്ള ഒരു കോട്ടിങ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം തന്നെ ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുന്തിരിക്കൊത്തെല്ലാം റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് അറേഞ്ച് ചെയ്യാം. ഇത് ഞാനൊരു മുന്തിരിക്കൊലയുടെ ഷേപ്പിൽ വെറുതെ വെച്ചെന്നേ ഉള്ളൂ, ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പം ചിലപ്പോൾ നമ്മളിങ്ങനെ വറക്കുമ്പോഴത്തേനും എല്ലാം കൂടെ കൂടി വരും, അതുകൊണ്ടാണ് ഈ മുന്തിരിക്കൊത്ത് എന്നുള്ള പേര് വന്നതെന്നാണ് ഞാൻ കേട്ടത്. എന്തായാലും ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. തന്നെയുമല്ല ഇത് വളരെ ഹെൽത്തിയുമായിട്ടുള്ളൊരു ഫുഡാണ്, കാരണം ഇതിനകത്ത് ഹൈ പ്രോട്ടീൻ ആണല്ലോ. നമ്മൾ പയറെന്ന് പറയുമ്പോഴത്തേനും അതിനകത്ത് പ്രോട്ടീനാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് എല്ലാവർക്കും തന്നെ കഴിക്കാവുന്നതാണ്. ഇതൊരു എനർജി ബാറായിട്ട് നമ്മളെല്ലാവരും കഴിക്കുമല്ലോ, അതുപോലെ കഴിക്കാവുന്ന ഒരു ഫുഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഒരെണ്ണം എടുത്തൊന്ന് തുറന്ന് നോക്കാം, ഇതിൻ്റെ ആകെ എങ്ങനെയാണെന്നൊന്ന് കാണാമല്ലോ. അപ്പം വളരെ തിന്നായിട്ടുള്ള ഒരു ഔട്ടർ ലെയറാണ്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ അരിയുണ്ടയൊക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ് ഇത് കാണുമ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷ് കൂടിയാണ് കേട്ടോ. വളരെ സോഫ്റ്റാണ് ഇതിനകം, അപ്പം കഴിക്കാനായിട്ട് വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ, എങ്ങനെയാണ് മുന്തിരിക്കൊത്ത് ഉണ്ടാക്കുന്നതെന്ന്? വളരെ എളുപ്പമല്ലേ? അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കുറച്ച് ദിവസം വെച്ചേക്കാൻ പറ്റും. നമുക്കൊരു 2 ആഴ്ചയോളം നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ ഫോർ നൗ.